ഹായ് എവരിവൺ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഹൈദരാബാദി ചിക്കൻ കറി ചെയ്യാം. അതായത് ഹൈദരാബാദി ദം കാ ചിക്കൻ ഓർ ദം കാ മുർഗി. അപ്പോൾ ഇത് ആക്ച്വലി ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ ഇവർ ആക്ച്വലി അവരുടെ ഒരു റോയൽ ചിക്കൻ കറി തന്നെ എന്ന് നമുക്കിതിനെ പറയാം. ഇത് ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അമേസിങ് ടേസ്റ്റാണ്. പിന്നെ ഗ്രേവിയെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ്സ് വെരി എന്താ പറയുന്നത്, നല്ല ക്രീമിയാണ്. അതുപോലെ പിന്നെ നല്ല ഫ്ലേവർഫുള്ളാണ്, വളരെ റിച്ചാണ്. അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് പിന്നെ ചിക്കൻ പീസസിൻ്റെ കട്ട് മീഡിയമാണ് നല്ലത്. ആ രീതിയിൽ കട്ട് ചെയ്യുക. അതിലേക്ക് ഒരു 1 കപ്പ് തൈര്, കേട്, ഒരു 3 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് ഒരു 1 ടീസ്പൂണ് സാജീരകം, കാർവി സീഡ്സ്, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കാർഡമം പൗഡർ, ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു വലിയല്ല, ഒരു മീഡിയം സൈസ് 1 നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ്. പിന്നെ ഇത് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്കിനകത്ത് സാഫ്രോൺ സ്റ്റാൻഡ് ഒരു 5-8 എണ്ണം, നല്ല ഒരു 10-12 എണ്ണം സോക്ക് ചെയ്ത് അത് ഒഴിക്കുക. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഇല്ല എങ്കിൽ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 3.5 ടേബിൾ സ്പൂണ് ഗീ, പിന്നെ ഒരു 2 വലിയ അനിയൻ ഞാൻ അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് അത് ഞാൻ ഇടുന്നു. ഇനി ആവശ്യത്തിനുള്ളതായ ഉപ്പ്, ഞാൻ 1.25 ടേബിൾ സ്പൂണ് സോൾട്ട് ഇവിടെ ചേർക്കുകയാണ്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആ ഓനിയൻ ഫ്രൈ ചെയ്തായ എണ്ണ ഒരു 1/4 കപ്പ് ഇച്ചിരി കൂടെയുണ്ട്, അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇനി ഒരു കാര്യം കൂടി നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ 2 പച്ചമുളക്, 2 പട്ട, ഒരു 3 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കൊപ്ര. ഇതില്ലെങ്കിൽ പിന്നെ ഡ്രൈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ റോ കോക്കനട്ട് ആണെങ്കിൽ അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് 2 to 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി.
അത് കഴിഞ്ഞ് ഒരു 10 നമ്പേഴ്സ് ഓഫ് ബദാം, അത്രയും തന്നെ എമൗണ്ട്, അത്രയും തന്നെ നമ്പർ കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നമുക്ക് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റ് ആക്കുന്നതിന് ഇത് പിന്നെ ആദ്യം ഇതൊന്ന് പൊടിച്ചതിന് ശേഷം പേസ്റ്റ് ആക്കാൻ വേണ്ടി ഒന്നിൽ നമുക്ക് ആവശ്യത്തിന് പാല് യൂസ് ചെയ്യുക, അതല്ല എങ്കിൽ അതിന് പകരം വാട്ടർ ഉപയോഗിക്കാം. ഞാൻ ഇത് പേസ്റ്റ് ആക്കി കൊണ്ടുവരട്ടെ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിൽക്കാണ്. ഞാനത് പേസ്റ്റ് ആക്കിയത് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇത് വളരെ ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഇത് ഇത്രയും സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് നല്ലതായിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഇതെല്ലാം മാരിനേറ്റ് ചെയ്തു. ഇത് നമുക്ക് അടച്ച് ഒരു മിനിമം 2 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇത് 1 night റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ സൗകര്യം പോലെ നമുക്ക് പിന്നെ ദം ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു 2 hours ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് മാരിനേറ്റഡ് ചിക്കന് എങ്ങനെ ദം ചെയ്യാമെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മിനിമം 2 hours വെക്കുക. അത് 24 hours വരെ അല്ലെ ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം ആ ജ്യൂസെല്ലാം ആ ചിക്കൻ അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ദം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു തവ വെച്ചു, അല്ലെ ചുവട് കട്ടിയുള്ള എന്താണ് നമ്മളുടെ കയ്യിലുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യുക. അത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഈ തവ ഒന്ന് നല്ല ചൂടാകണമല്ലോ. തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെച്ച ഇത് പാത്രത്തോടെ ഇങ്ങനെ വെക്കുക. നമ്മളിനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുകയോ ഒന്നും ആഡ് ചെയ്യേണ്ട. ഇത് ഇങ്ങനെ കുക്ക് ചെയ്യുക. ആദ്യം ഒരു 3 to 4 minutes അല്ലെങ്കിൽ 5 minutes നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ദം ചെയ്യല്ലേ വളരെ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ചിക്കൻ കുക്കാകുന്നത് വരെ കുക്ക് ചെയ്യുക. അത് ചില ചിക്കന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ചിലത് അത് നമ്മൾ നോക്കി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ദം ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 minutes അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി ഒന്ന് കൊടുത്തിരിക്കണം. ഒരു 5 minute 6 minutes കഴിയുമ്പോൾ ഈ ചിക്കൻ തവയിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു 4 minutes കഴിഞ്ഞു. ഇത് സൈഡെല്ലാം തിളച്ച് വരുന്നു. അപ്പോൾ അതൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അതായത് ഇതിനകത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് സജീരകം അല്ലെ കരവേ സീഡ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത് കയ്യിലില്ലാത്തവർ നോർമൽ അതേ അളവിൽ നോർമൽ ജീരകം അത് ചേർത്താൽ മതി. ഞാൻ വിട്ടുപോയെന്നൊരു തോന്നൽ എനിക്ക്. ഓക്കെ, ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ
എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ തീയ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ ചിക്കൻ കുക്കായോ എന്ന് നോക്കാം. യെസ്, നല്ലതായിട്ട് നമ്മുടെ ചിക്കന് കുക്കായിട്ടുണ്ട്. ഇത് ഏകദേശം അരമണിക്കൂറല്ല എൻ്റെ ചിക്കൻ കുക്ക് ചെയ്യാനെടുത്ത ടൈം. ഒരു 45 മിനിറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചിക്കൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കി ഇത് ചെയ്യുക. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഞാൻ. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കിതിനി ഒരു ദം ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഇത്, അതിനായിട്ട് ചാർക്കോള്, അതായത് ഈ ചാർക്കോള് അല്ലെങ്കിൽ ചിരട്ടക്കരി ആയാലും വളരെ നല്ലതാണ്. അത് കത്തിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഈ പുകയോടുകൂടെ നമ്മൾ ഈ ചിക്കനകത്ത് വെക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് അടയ്ക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ആ പുകയ്ക്കകത്ത് ഇരിക്കുക. ഇതാണ് ഇവിടെ ഇതിനാണ് ഹൈദരാബാദി ദംക ചിക്കൻ. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. 10 മിനിറ്റ്സ് ഞാൻ കോള് ഇത് ചെയ്തതിന് ശേഷം വെച്ചു. കോളങ്ങ എടുക്കാം. കോളെടുത്ത് മാറ്റി. നല്ല സ്മെല്ല് ഇതിന് ഉണ്ട്. നമുക്കിനി ഞാനിത് ഒരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ ഹൈദരാബാദി ദംക മുർഗ് അല്ലെ ചിക്കൻ ദംക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾക്ക് ഒരു എന്താ പറയുന്നത്, ഏത് പ്ലെയിൻ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം. ഈവന് റൈസിൻ്റെ കൂടെ. ഇവിടെ ആൾക്കാർ ഹൈദരാബാദിൽ ഇവർ ഈ റൊട്ടി നാന് പിന്നെ ഈ പ്ലെയിൻ ബസ്മതി റൈസ് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അവരിത് കഴിക്കും. ശരിക്കും ഇത് നല്ല കറിയാണ്. അപ്പം നിങ്ങളിത് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.